ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ജനുവരി 17 ലീ വാനൽ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് വൂൾഫ്മാൻ. വൂൾഫ്മാൻ്റെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ബ്ലേക്ക്, അതായത് നമ്മുടെ നായകൻ്റെ പിതാവും കൂടി ചേർന്ന് ഒരു അമാനുഷ ശക്തിയുള്ള ഒരു മൃഗത്തെ തേടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിനെ നാട്ടുകാർ കാണുന്നത് ഒരു വൂൾഫ്മാനായിട്ടാണ് വിളിക്കുന്നത്. പകുതി ചെന്നായും പകുതി മനുഷ്യൻ രൂപമുള്ള അതിനെയാണ് വൂൾഫ്മാൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടിയോ അഥവാ ഒരു സ്ക്രാച്ചോ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ വൈറസ് ഇൻഫെക്റ്റഡായി അത് വൂൾഫ്മാനായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അപ്പോൾ അവിടെ ബന്ധോസ് ഒന്നുമില്ല, കൊല്ലുക എന്ന് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ നമ്മുടെ നായകൻ 30 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം പിതാവിനെ കാണാൻ വരികയും അതിനിടയിൽ ഫോറസ്റ്റിൽ വെച്ചൊരു അപകടം ഉണ്ടാവുകയും ഒരു വൂൾഫ്മാൻ്റെ ഒരു സ്ക്രാച്ച് നമ്മുടെ നായകൻ്റെ ശരീരത്തിൽ കൊള്ളുകയും പിന്നെ അതിനെ തുടർന്ന് അദ്ദേഹം വൂൾഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആവുകയും സ്വന്തം ഫാമിലിയെ കൊല്ലാൻ നോക്കുന്ന കഥയാണ് സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. സർവൈവലാണ് ചിത്രമെങ്കിൽ പോലും സിനിമയുടെ സ്റ്റോറിയിൽ എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആണെങ്കിലും പോലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു 1.25 മണിക്കൂറുള്ളൊരു സിനിമയാണ്. ലളിതമായിട്ടുള്ളൊരു സ്റ്റോറിയും പിന്നെ നല്ല ഗ്രാഫിക്സും അത്യാവശ്യം ടെൻഷൻ അടുപ്പിക്കുന്ന സീനുകളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഫാം ഹൗസും ഇരുട്ട് മുറിയും പിന്നെ ഫോറസ്റ്റും കൂടെ ആകുമ്പം നല്ല രസമായിരിക്കും. കണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളെല്ലാം ഉള്ളൊരു സിനിമ തന്നെയാണ് വൂൾഫ്മാൻ എന്നുള്ള ചിത്രം. എനിക്ക് ഈ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ചെയ്യേണ്ട, ഒരു 1.25 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ് വൂൾഫ്മാൻ എന്ന ചിത്രം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.